ഇന്ന് എത്ര ഹോട്ടലുകളിൽ ഷവർമ കഴിച്ച് ആളുകൾ മരിക്കുന്നു. ഏതെങ്കിലും ഒരു ഷവർമ UAE-യിലോ ദുബായിലോ അബുദാബിയിലോ കഴിച്ച ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവിടെ കട ഉണ്ടാവുമോ? അവരെ ഉണ്ടാവത്തില്ല. അതാണ് നിയമം. ആ നിയമങ്ങളാണ് ഇവിടെ കർശനമാക്കേണ്ടത്. ആ നിയമം കർശനമാകാത്തിടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ പോകും. മന്ത്ലി ഒരു 1 or 2 times ഓക്കെയാണ്. ഷവർമ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ലോകത്തില് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഏറ്റവും വിഷമായിട്ടുള്ളതും ഫുഡാണ്. ടെക്സ്ചർ മാറുമ്പോൾ അത് വിഷമായിട്ട് മാറുന്ന ചില മോയ്സ്ചറൈസർ, ഇപ്പൊ മോയ്സ്ചറൈസർ ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് CI എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. കാരണം ഇത് സിന്തറ്റിക് കളേഴ്സ് ആണ്. ഈ സിന്തറ്റിക് കളേഴ്സ് പല രാജ്യങ്ങളും ബാൻ ചെയ്ത് ഇത് ഫുഡ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ വേറൊരു നമ്പർ ആയിരിക്കും. ഇപ്പൊ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ INS നമ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ലിപ്സ്റ്റിക് ഫുട്പാത്തുകളിൽ വിൽക്കുന്നുണ്ട്. ഒറിജിനൽ ബ്രാൻഡുകൾ തന്നെ ഫുട്പാത്തിൽ വിൽക്കുന്നുണ്ട്. അതൊരിക്കലും ഫുട്പാത്തിലേക്ക് വരുന്ന സാധനമല്ല. കാരണം ഒരു പെർട്ടിക്കുലർ ബാച്ച് നമ്പർ ഡ്രഗ് കൺട്രോൾ ബോർഡ് റിജക്ട് ചെയ്ത സാധനങ്ങൾ, ഇവരുണ്ടാക്കിയ സാധനങ്ങൾ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഇവർ സെയിൽ ചെയ്യും. ഈ സാധനങ്ങൾ തേർഡ് ക്വാളിറ്റി ഏതെങ്കിലും ഒരു വെണ്ടർ എടുത്തിട്ട് അത് ഇവിടെ ഇവിടെ എല്ലാം ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്ത പ്രിസർവേറ്റീവ്സ് ആണ്, ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കോസ്മെറ്റിക്സിലും ഈ സാധനം ഉണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ കോസ്മെറ്റിക്സ് ആക്ട് ശരിക്കും ഇന്ത്യയിൽ സ്ട്രോങ് അല്ല. നമുക്ക് ഇന്ന് കുടിൽ വ്യവസായത്തിൽ പോലും ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കോസ്മെറ്റിക്സുകൾ ഇന്ന് ഉണ്ട്. ഈ വെളുത്തു പാറുന്ന ക്രീമൊക്കെ ഹെവി മെറ്റൽസ്, കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ആണ് നമ്മുടെ സ്കിൻ. ഈ ഹെവി മെറ്റൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിലൂടെ ബ്ലഡ് സെൽസിലേക്ക് പോകും. ശരിക്കും സിലബസ് ഒക്കെ മാറ്റി എഴുതപ്പെടേണ്ട ഒരുപാട് സമയമായി. ഈ 1945 രണ്ടാം ലോക മഹായുദ്ധം ഹിസ്റ്ററീസ് ഒക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഒരിക്കലും പഠിക്കേണ്ട ഒരു കാര്യമല്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരിക്കുന്നത് ഓരോ രാജ്യത്ത് എന്ത് നടന്നിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഫോണിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും സ്കൂളിൽ പഠിക്കണ്ട. പക്ഷെ ഫ്യൂച്ചറിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സ്കൂളിൽ പഠിക്കുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് നമ്മളുള്ളത് ഒരു സത്യാന്വേഷമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു വൺ മാൻ ഷോ. സജിൻ സുരേന്ദ്രൻ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുഡ് പ്രൊഡക്ട്സോ കോസ്മെറ്റിക്സോ. പലപ്പോഴും ഈ ബ്രാൻഡുകൾ വലുതാണ്. നമ്മൾ ഇവരെ ഇറക്കുന്ന ബ്രാൻഡുകൾ കാര്യങ്ങളെല്ലാം വലുതാണ്. ആദ്യം തന്നെ ചോദിക്കേണ്ടത്, ശരിക്കും ഇത് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ശരിക്കും ഞാൻ പണ്ട് മുതലേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യായിരുന്നു. പക്ഷെ അതില് ഈ കൊടുത്തിരിക്കുന്ന നമുക്ക് അറിയാത്ത ഒരു കുറെ നമ്പേഴ്സ് ഉണ്ടാവും, അറിയാത്ത പേരുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു പോയിട്ടില്ല. അപ്പോൾ മെയിൻലി നമ്മൾ ഇതിനകത്ത് ഇറങ്ങാനുള്ള കാരണം, ഞാൻ പണ്ട് മുതലേ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ശീലം എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റങ്ങളാണ് എനിക്കിതിൽ പ്രധാനമായും പ്രചോദനമായത്. കാരണം ഇന്നത്തെ കുട്ടികൾ ഒരുപാട് പേര് ഈ ഹൈലി പ്രോസസ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലമാണ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ആളുകൾ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് തുടങ്ങണം. ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പാടൂ എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ പുറത്ത് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ കൺസെപ്റ്റിന് തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഇത് ശീലിച്ചു തുടങ്ങുക. കാരണം നമ്മുടെ ജനറേഷൻ കഴിഞ്ഞു. ഇനി ഈ കെമിക്കൽസിനെ മൊത്തമായിട്ട് മാറ്റി നിർത്തി നമുക്കൊരിക്കലും അത് കൊണ്ടുപോകാൻ പറ്റില്ല, മെയിൻലി കോസ്മെറ്റിക്സിൽ. പക്ഷെ ഇതിനെല്ലാം ഗവൺമെന്റ് ഒരു പെർമിസിബിൾ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലിമിറ്റിൽ കൂടുതലാവുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രശ്നമാകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ്സ്, അത് ശരിക്കും യൂറോപ്യൻ യൂണിയൻ ബാൻ ചെയ്ത പ്രിസർവേറ്റീവ്സ് ആണ്, ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കോസ്മെറ്റിക്സിലും ഈ സാധനമുണ്ട്. ഇത് കൂടുതലായിട്ട് അവർ ഇടാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ബാച്ച് നമ്പർ ഒരു പെർട്ടിക്കുലർ ഒരു 1000 പീസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുന്നത് 1000 പീസാണ് ഇറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 10,000 പീസ് ആക്കി എടുത്തു വെക്കാം. ഗവൺമെന്റ് പറയുന്ന കുറെ കണക്കുകളുണ്ടല്ലോ, ഇത്ര ഓരോ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും വരേണ്ട ഇത്ര കണക്ക്. അതെ, ശരിക്കും അത് യൂസ് ചെയ്യാതെ തന്നെ അത് ഡേഞ്ചർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, യൂസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഡേഞ്ചർ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഓരോ ടെസ്റ്റുകൾ എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഓരോ കെമിക്കൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഗവൺമെന്റ് ഇറക്കിയ ഒരു ഇതായിരിക്കില്ല നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് മാറുക. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ഈ പ്രൊഡക്ഷൻ കമ്പനീസും 1 by 1 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന് റെഗുലേഷൻ വരുമ്പോഴേക്കും ഇവിടെ വേറെ ഒരെണ്ണം കണ്ടുപിടിക്കും. അപ്പൊ ഇതെല്ലാം ആണ് നമ്മളിതൊന്നും അറിയുന്നില്ല. ഇപ്പൊ കോസ്മെറ്റിക്സ് ആക്ട് ശരിക്കും ഇന്ത്യയിൽ സ്ട്രോങ് അല്ലാന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഇന്ന് കുടിൽ വ്യവസായത്തിൽ പോലും ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കോസ്മെറ്റിക്സുകൾ ഇന്ന് ഉണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് വെച്ചിട്ടായാലും കുറെ ആങ്കേഴ്സിന് വെച്ചിട്ടായാലും ഒക്കെ ഈ പറയുന്ന പ്രൊമോഷൻ കൊടുത്തിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ എത്രത്തോളം ക്രൈറ്റീരിയസ് ഇവര് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ റിസൾട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവർ പറയുന്നില്ലല്ലോ. നമുക്ക് ജസ്റ്റ് തേച്ചു
ബ്രൈറ്റ്നസ് കിട്ടി എന്ന് മാത്രമല്ലേ പറയുന്നത് ഇപ്പൊ ആഡിലാണെങ്കിലും. ലിറ്ററലി ഇപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് വന്ന സാധനമാണ് വെളുത്തിട്ട് പാറാന്ന് പാറാന്ന്, പറഞ്ഞത്. അല്ലെങ്കിൽ അത് പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ, കാരണം ഇത്രയും ഒരു കോസ്മെറ്റിക് ഐറ്റംസിനെ വന്നതും തീർച്ചയായും അതിന്റെ ആധികാരികത മനസ്സിലാക്കാതെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പൈസക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോഷന് ഞാൻ എതിരല്ല, പക്ഷെ ജനങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ വെളുത്തു പാറുന്ന ക്രീമൊക്കെ ഹെവി മെറ്റൽസ്, കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ആണ് നമ്മുടെ സ്കിൻ. സ്കിന്നാണ് ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒബ്സർവ് ചെയ്യും, എന്ത് സാധനം അതിനകത്ത് തേച്ചാലും ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഹെവി മെറ്റൽസ് ആണ് ഒരുപാട് കണ്ടിരിക്കുന്നത്. ഈ ഹെവി മെറ്റൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിലൂടെ ബ്ലഡ് സെൽസിലേക്ക് പോകും. അത് ഒരുപാട് കണ്ടീഷൻസ്, ലിവറിന് വരെ പ്രശ്നമാവുന്ന, അല്ലെങ്കിൽ കിഡ്നിക്കൊക്കെ പ്രശ്നമാവുന്ന, പാൻക്രിയാസിന് പ്രശ്നമാവുന്ന ഒരുപാട് ക്രീംസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് ഞാൻ ചെയ്ത വീഡിയോ പോലും ഇപ്പോൾ CDS ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിൽ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ പല കോസ്മെറ്റിക്സുകളും പറഞ്ഞത്. ഇവൻ അത്രയും പോപ്പുലർ ആയിട്ട് ക്രീംസ് പോലും അവർക്ക് ക്രൈറ്റീരിയ അവിടെ ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുടിൽ വ്യവസായത്തിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ അവർക്ക് എങ്ങനെ ക്രൈറ്റീരിയ, അത് ആധികാരികമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ കോസ്മെറ്റിക് ഐറ്റംസ് നമുക്ക് ശരിക്കും ഇത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്രയും വൈറൽ ആവുന്നുണ്ട്, കണ്ടന്റ് വൈറൽ ആവുന്നുണ്ട്? ഇത് ശരിക്കും പോലീസിന് കേസെടുത്തൂടെ? തീർച്ചയായിട്ടും പോലീസിന് കേസെടുക്കാം. സ്വാഭാവികമായി എടുക്കുന്നതിനേക്കാളും ഒരാൾ പരാതി എടുക്കുമ്പോഴാണ് അതിന് ഒരു ഇത് കൂടുതൽ, സ്ട്രോങ് കൂടുതൽ. അപ്പോ അത് ശരിക്കും ആരെങ്കിലും പരാതി കൊടുത്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വക കേസുകളൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ച് സെൻസേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് എടുത്ത് അന്വേഷിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ പറയല്ലേ, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം കേസെടുത്ത കാര്യമില്ല. ഒരു ശരിക്കും ചെയ്യണോ? ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഹിറ്റാവുന്നത് ചിലപ്പോ ഒരു ഇൻഫ്ലുവൻസറിന്റെ പോപ്പുലാരിറ്റി കൊണ്ടായിരിക്കാം ഇത് സാധനം ഹിറ്റാവുന്നത്. മേ ബി ഇത് വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്ട് ചെയ്യും, ചെയ്യായികയൊന്നുമില്ല. കാരണം അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പോൾ അത് ആയിരിക്കാം. പക്ഷെ ഈ കോസ്മെറ്റിക്സ് എല്ലാം നമ്മുടെ ലോങ് ടേം ആണ്. ഒരിക്കലും ഇന്ന് ഉപയോഗിച്ച് പിന്നെ അടുത്ത മാസം യൂസ് ചെയ്യുന്ന സാധനമല്ല, ഡെയിലി വൈസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഹാംഫുൾ ആയിട്ട് തന്നെ വരും. അപ്പൊ അതിൻ്റെതായ ക്ലിനിക്കൽ സ്റ്റഡിയോട് കൂടി തന്നെ ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റും ഇറക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളാണ് അവിടെയാണ് നമ്മൾ ഈ വായിച്ചു നോക്കേണ്ട ആവശ്യകതയുടെ ഏറ്റവും വലിയ ഗുണം ഇരിക്കുന്നു. ശരിക്കും നമുക്ക് ആൾക്കാരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ന് വരെ നമ്മളിപ്പം പറയുന്നുണ്ട്, ഇപ്പൊ ഗ്ലോയിങ് ക്രീം, ഇപ്പൊ മോയ്സ്ചറൈസർ. അപ്പൊ ഈ മോയ്സ്ചറൈസർ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണോ ഉള്ളത്? അത് അല്ലെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ചില മോയ്സ്ചറൈസർ, ഇപ്പൊ മോയ്സ്ചറൈസർ ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് CI എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് സിന്തറ്റിക് കളേഴ്സ് ആണ്. ഈ സിന്തറ്റിക് കളേഴ്സ് പല രാജ്യങ്ങളും ബാൻ ചെയ്ത്. ഇത് ഫുഡ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ വേറൊരു നമ്പർ ആയിരിക്കും. ഇപ്പൊ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ INS നമ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. പക്ഷെ കോസ്മെറ്റിക്സിലേക്ക് വരുമ്പോൾ ഇതിന് CI നമ്പേഴ്സിലേക്ക് മാറും. അപ്പൊ CI നമ്പേഴ്സ് നമുക്ക് അതില് അറിയാൻ പറ്റുന്നതാണ്. പല കോസ്മെറ്റിക്സുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻഗ്രീഡിയൻസിന്റെ ഏറ്റവും താഴെയായിട്ട് അല്ലെങ്കിൽ ഇടയിലായിട്ടോ CI നമ്പേഴ്സ് ഉണ്ടാവും. CI നമ്പേഴ്സ് ഉള്ളത് ഒഴിവാക്കുന്നതാവും നല്ലത്. സിന്തറ്റിക് ഫുഡ് കളർ ആണ്, നമുക്ക് ചേരില്ല, നമ്മുടെ സ്കിന്നിൽ ചേരില്ല. ഇനി പ്രിസർവേറ്റീവ്സ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, പൊട്ടാസ്യം ബ്രോമേറ്റ് ഓൾറെഡി ഇവിടെ ബാൻഡ് ആണ്. പിന്നെ അതുപോലെ കുറെ സോഡിയം ബെൻസോയിറ്റ്, പൊട്ടാസ്യം സോർബേറ്റ്, അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഈ പ്രിസർവേറ്റീവ്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോസ്മെറ്റിക് തന്നെ ഈ ലിപ്സ്റ്റിക്. ഇത് കണ്ടിന്യൂസ്ലി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് ക്യാൻസർ വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെന്താണ് സത്യാവസ്ഥ നമുക്കറിയത്തില്ല. പല വാർത്തകളും ശരിക്കും പലപ്പോഴും കേൾക്കുമ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ തെറ്റാണോ, അതിനൊരു ജെന്യൂനിറ്റി നമുക്കില്ല. ശരിക്കും ലിപ്സ്റ്റിക് എടുത്തു നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് കോസ്മെറ്റിക്സിൽ ഏറ്റവും യൂസ് ചെയ്യുന്ന ഇതാണ്. ചിലപ്പോൾ പെണ്ണുമ്പോൾ ലിപ്സ്റ്റിക് മാത്രം ഇടുന്നവരുണ്ട്. ശരിക്കും ഇത് ഡേഞ്ചർ ആണോ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്? ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ഡേഞ്ചർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പൊ ലിമിറ്റ് ആയിട്ട് ഈ പറയുന്ന കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ട് വരുന്ന നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂസ് ചെയ്യുന്നത് തെറ്റില്ല. ഇന്ന് ഫുട്പാത്തിൽ വിൽക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്, ഫുട്പാത്തുകളിൽ വിൽക്കുന്നുണ്ട്. അതിന് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് അറിയില്ല. മാത്രമല്ല ചിലപ്പോൾ പല ബ്രാൻഡുകളും ഒറിജിനൽ ബ്രാൻഡുകൾ തന്നെ ഫുട്പാത്തിൽ വിൽക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാവാന്നറിയോ? അതൊരിക്കലും ഫുട്പാത്തിലേക്ക് വരുന്ന സാധനമല്ല. കാരണം ഒരു പെർട്ടിക്കുലർ ബാച്ച് നമ്പർ ഡ്രഗ് കൺട്രോൾ ബോർഡ് റിജക്ട് ചെയ്ത സാധനങ്ങൾ, ഇവരുണ്ടാക്കിയ സാധനങ്ങൾ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഇവർ സെയിൽ ചെയ്യും. ഈ സാധനങ്ങൾ തേർഡ് ക്വാളിറ്റി ഏതെങ്കിലും ഒരു വെണ്ടർ എടുത്തിട്ട് അത് വരും, ഇവിടെ എല്ലാം വരും. ഇത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ അത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ആ ബ്രാൻഡ് നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പൊ ബ്രാൻഡ് അല്ല നമ്മുടെ ഏറ്റവും കൺസേൺ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് കൺസേൺ. പ്രത്യേകിച്ച് ബാച്ച് നമ്പേഴ്സ് ആരും ചെക്ക് ചെയ്യാറില്ല, പ്രത്യേകിച്ച് അത് പോസിബിൾ അല്ല. പക്ഷെ ഈ റിപ്പോർട്ടിലൊക്കെ ഇന്ന ബാച്ച് നമ്പറിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും
യൂസ് ചെയ്യാം. ഉണ്ടാവുക. ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ഈ വലിയ കമ്പനീസ് എന്ന് പറയുന്നത് ടൺസ് കണക്കിനുള്ള ബാച്ച് നമ്പർ ആയിരിക്കും. ഒറ്റ ബാച്ച് നമ്പറിൽ ടൺസ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പൊ അത് എവിടെയൊക്കെ പോകും, എവിടെ എത്തും നമുക്ക് അറിയാൻ അറിയാൻ പറ്റില്ല. അല്ല, നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം പല ഇൻഗ്രീഡിയൻസിനും മറച്ചു വെക്കാൻ വേണ്ടി ഇവർ വേറെ കുറെ കാര്യങ്ങൾ ഇറക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രോട്ടീൻ ഷാമ്പു, അതല്ലെങ്കിൽ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ട ഒരു സാധനം അതിന് ഹെഡിങ് പോലെ കൊടുത്തിട്ട്. അതെ. അപ്പൊ ഈ ശരിക്കും ഇപ്പം നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഈ പ്രോട്ടീൻ ഷാമ്പു എന്ന് പറയുമ്പോൾ ശരിക്കും അത് പ്രോട്ടീൻ ആണോ, കെമിക്കൽ ആഡ് ചെയ്ത് അതിനെ പ്രോട്ടീൻ ആക്കുവാണോ, എന്താണ് അതിന്റെ ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ, ഇപ്പൊ എഗ് വൈറ്റ് പ്രോട്ടീൻ ആണ്. ഇപ്പൊ എഗ് വൈറ്റിനെ വെച്ചിട്ട് ക്രീംസ് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് അവർക്ക് പ്രോട്ടീൻ അവകാശപ്പെടാം. പിന്നെ അതുപോലെ തന്നെ അലോവേര പറയുന്നുണ്ട്, പ്രോട്ടീൻ അല്ല, അലോവേര പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ഫ്രൂട്ടിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവര് പറയാം. അപ്പൊ ആ ഫ്രൂട്ടിനകത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും ഇവര് ഇതിനകത്ത് പറയാ. പക്ഷെ അത് മുഴുവനായിട്ട് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം ഇതിലൊക്കെ അലോവേരന്റെ പെർസെന്റേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പെർസെന്റേജ് ആയിരിക്കും. ചിലപ്പോ 0.5% ഒക്കെ ആയിരിക്കും അലോവേരന്റെ, പക്ഷെ പിക്ചർ അലോവേര ആയിരിക്കും. ആ കാണിച്ചിരിക്കുന്ന ഒരു അതെ അതെ അതെ. അപ്പൊ ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ കാണിച്ചിരിക്കുന്നതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. അതെ. അതുപോലെ തന്നെ ഇപ്പം ഈ കോസ്മെറ്റിക് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അകത്തോട്ട് പോകുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡുകൾ. ഒരു പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഒരു ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? നോർമൽ ഇപ്പൊ പ്രോസസ്ഡ് ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡുകൾ കോടിക്കണക്കിന് ഫുഡുകളാണ് പെർ ഡേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് നോർമലി നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിൽ കൂടുതലും മൈദയാണ് ഉണ്ടാവുക. അതില് മൈദ ഹാംഫുൾ അല്ല, പക്ഷെ അതിനകത്ത് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ല മൈദയിൽ. പിന്നെ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രധാന ഘടകം ഷുഗറും പാം ഓയിലും ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ബിസ്ക്കറ്റും നിലനിൽക്കുന്നത്. അപ്പൊ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആട്ട ബേസ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മില്ലറ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക, പാം ഓയിൽ ഒഴിവായിട്ടുള്ള ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക, ബട്ടർ ബേസ്ഡ് ബിസ്ക്കറ്റ്സ് ഉണ്ടാവും അത് വാങ്ങിക്കാൻ ശ്രമിക്കുക, ഷുഗർ കുറവുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് അത് ഈ നമുക്ക് ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ ഇത്ര ഷുഗർ ഉണ്ടാവണമെന്നുണ്ട്. പക്ഷെ ചില ബിസ്ക്കറ്റുകൾ പേരുകൾ എടുത്തു പറയാൻ പറ്റത്തില്ല, പക്ഷെ ഹൈലി ഷുഗർ ആണ്. ഇപ്പൊ വേഫേഴ്സ് ആണെങ്കിലും ഹൈലി ഷുഗർ ആണ്. ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ ഇരുന്ന് കഴിക്കും ബാക്കി മൊത്തം. അത് പക്ഷെ എന്തോരം ഡേഞ്ചർ ആണ്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെയാണ് ഈ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ പാക്ക് ലേബിള് വായിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യകത വരുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റിലും അതിന്റെ സെർവിങ് സൈസ് കൊടുത്തിട്ടുണ്ട്. എത്ര കഴിക്കണം, അത് എത്ര പേർക്കുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ എത്ര പേർക്കുള്ള ബിസ്ക്കറ്റ് ആണെന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര ബിസ്ക്കറ്റ് ആണ് കഴിക്കുന്നത്. പക്ഷെ ഇതിന് ഏറ്റവും ഡേഞ്ചർ ആയിട്ട് വരുന്നത് ചിൽഡ്രൻസ് ആണ്. കാരണം അവര് ഒരു കഴിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഈ വാഫേഴ്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയാൽ നിർത്താതിരുന്നു ഫുള്ള് കഴിച്ചു തീർക്കും. എങ്ങനെ അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇതിനെതിരെ ലീഗലി പോകേണ്ടി വരും. കാരണം ഇത്രയും ബിസ്ക്കറ്റ് ഒന്നെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പാക്കറ്റിൽ ഇറക്കല്ലേ, അല്ലെങ്കിൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത് ഇറക്കാവുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കമ്പനിയുടെ ഇഷ്ടമാണ്. എത്ര കൊടുക്കുന്നു എന്നുള്ളത് കമ്പനിയുടെ ഇഷ്ടമാണ്, എത്ര സെയിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കമ്പനിയുടെ ഇഷ്ടമാണ്. അത് വാങ്ങിച്ച് കഴിക്കുന്ന നമ്മളാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടത്. അത് കാരണം അത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളും 1-2 അവരുടെ കയ്യിൽ കൊടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം വേണ്ടത്. നമ്മളെല്ലാം പാക്കറ്റോടെ കൊടുക്കുക. എല്ലാം ചിപ്സ് ആണെങ്കിലും പൊട്ടാറ്റോ ചിപ്സ് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം ചിപ്സ് വൈഡ്ലി അത്രയും ഫെയിമാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന നാട്ടിൽ തന്നെ ആണെങ്കിൽ അത്രയും കടകളുണ്ട് തന്നെ. മാത്രമല്ല വല്ല 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പാക്കറ്റ് ചിപ്സുകൾ വരാൻ തുടങ്ങി. അപ്പൊ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വന്നാലും അത് വാങ്ങിച്ച് വീട്ടിലേക്ക് കുറച്ച് പോകുന്ന ഒരു ശീലമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഈ ചിപ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾക്ക് പലപ്പോഴും ഈ നമുക്ക് സിന്തറ്റിക് കളേഴ്സ് ആഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇതിനെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും കളറില്ല, അല്ലെങ്കിൽ എല്ലാ ചിപ്സും ഒരേ ഇതിലല്ല വരുന്നത്. പക്ഷെ ഇതിനെ ഇപ്പൊ നമ്മൾ പാക്കറ്റ് ഫുഡ് മേടിക്കുമ്പോൾ അത്രയും ബ്യൂട്ടിയാണ് അതിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ പാക്കറ്റിൽ ഈ ചിപ്സ് ഈ കാര്യങ്ങളൊക്കെ മേടിക്കുന്നതിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ അങ്ങനെ വരുമ്പോ? ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ പറയുന്ന FSSAI ബേസ് ചെയ്തിട്ടുള്ള അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഇറക്കുന്നുണ്ടാവുക. അതില് മാനിപ്പുലേഷൻ നടക്കുമ്പോഴാണ് ഇവര് ഫുഡ് സേഫ്റ്റി പിടിക്കുന്നതും ഇത് ബാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നതും ഈ പർട്ടിക്കുലർ ബാച്ച് നമ്പർ തിരിച്ചു വിളിക്കുന്നതൊക്കെ ചെയ്യാം. പക്ഷെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അവർ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ആക്കിയിട്ടാണ് വരുന്നത്. അതിനകത്ത് ക്വാണ്ടിറ്റിയാണ് പ്രശ്നം. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റി, ഇപ്പോൾ 100 ഗ്രാം 200 ഗ്രാമിന്റെ പാക്കറ്റ് ഇറക്കണോ 50 ഗ്രാമിന്റെ പാക്കറ്റ് ഇറക്കണോ എന്നുള്ളത് കമ്പനി ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഈ 100 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിലും അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ 10 ഗ്രാം കഴിച്ചാൽ മതി എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്.
പക്ഷെ നമ്മള് നോക്കില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല നമുക്ക്. ഇല്ല. അതെ, എനിക്ക് തോന്നുന്നു ഈ പിള്ളേർ സ്റ്റുഡൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ പഠിത്തം ശരിക്കും പറയാൻ നമുക്ക് സ്കൂളിൽ തുടങ്ങണം. തീർച്ചയായും സ്കൂളിലെ ശരിക്കും സിലബസ് ഒക്കെ മാറ്റി എഴുതപ്പെടേണ്ട സമയമായി. ഒരുപാട് സമയമായി. ഒരുപാട് സിലബസിൽ നമുക്ക് മാറ്റം വരുത്തണം. ഇന്നും നമ്മള് ഈ 1945 രണ്ടാം ലോക മഹായുദ്ധം ഹിസ്റ്ററീസ് ഒക്കെ നമുക്ക് അറിയേണ്ടതാണ്. ഒരിക്കലും പഠിക്കേണ്ട ഒരു കാര്യമല്ല, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോണ് ഇപ്പോ ഉണ്ട്. അപ്പോ ഓരോരോ രാജ്യത്ത് എന്ത് നടന്നു, എന്ത് നടന്നിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഫോണിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും സ്കൂളിൽ പഠിക്കണ്ട. പക്ഷെ ലൈഫ് സ്റ്റൈലിൽ ഇനി ഫ്യൂച്ചറിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇനി എല്ലാവരും സ്കൂളിൽ എല്ലാവരും ഇന്ന് ഒരു വീട്ടിൽ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് സബ്ജക്റ്റുകൾ സ്കൂൾ സബ്ജക്റ്റിൽ വരണം. അതുപോലെ തന്നെ നിയമങ്ങള്, നമ്മുടെ ലോ തീർച്ചയായും അത് സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം, എത്ര ഫുഡുകൾ കഴിക്കണം, എങ്ങനെയൊക്കെ ഉള്ളതാണ് മാറ്റി നിർത്തപ്പെടേണ്ടത് എന്നുള്ളതൊക്കെ നോക്കി കഴിക്കേണ്ടതൊക്കെ സബ്ജക്റ്റിൽ കൊണ്ടുവരണം. കാരണം കുട്ടികളിൽ നിന്ന് തുടങ്ങിയാലേ ഇത് റെഗുലർ ആയിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതാണല്ലോ ഒരു അടുത്ത തലമുറ എന്ന് പറയുന്നവരാണല്ലോ, അവരിൽ നിന്നാണല്ലോ അടുത്ത് വരേണ്ടത്. അപ്പൊ ഈ സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോട്ടിൽസിൽ വരുന്നതിന്റെ ഒക്കെ വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയം പറഞ്ഞാൽ പലപ്പോഴും സ്കൂൾ കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പലപ്പോഴും ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ പല സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒന്നുമില്ല, ലേബൽസോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, പൊട്ടിക്കാനുള്ള അടപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ന് മാർക്കറ്റിലുണ്ട്, ഇന്ന് മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതിനൊക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതൊക്കെ സേഫ് ആണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കാരണം ഒന്നാമത്തെ കാര്യം ഷുഗർ, ഹെവി ഷുഗർ. അപ്പം അതൊക്കെ സേഫ് ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇവിടെ അവൈലബിൾ ആയി കിട്ടുന്നത്? അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞെങ്കിൽ ഇപ്പൊ ലോക്കൽ, ഇപ്പൊ ബ്രാൻഡ് ലേബിൾസ് ഒന്നും ഇല്ലാത്ത കുറെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുണ്ട്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു FSSAI അക്രഡിറ്റഡ് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതിനകത്ത് എന്താണ് ഉള്ളത്, അതിനകത്ത് എന്ത് കണ്ടന്റ് ആണ് ഉള്ളത് എന്ന് നോക്കി എന്നിട്ട് അതിനെതിരെ നമുക്ക് ലീഗലി പോവാം, അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോവാം. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്നറിയോ? ഇപ്പോ ഒരു A എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ കംപ്ലൈന്റ് ചെയ്തു. ആ A എന്ന് പറയുന്ന കമ്പനി കോടതി ഇത് ചെയ്യാണ്, അവർ ബാൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു എമൗണ്ട് ഓഫ് ഫൈൻ ആയിരിക്കും എഴുതി വരിക. ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അവർക്ക് വേറെ ബ്രാൻഡിൽ വേറെ പ്രൊഡക്റ്റ് ഇറക്കാം. പക്ഷെ ഇതൊക്കെ ഇവിടെ ഇന്ത്യയിലേ നടക്കുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് യൂറോപ്പിൽ പോലെ, അല്ലെങ്കിൽ നോർവേ, ഫിൻലാൻഡ് വേണ്ട, നമുക്ക് UAE ഒരു കൺട്രിയിൽ നമുക്ക് ഈ സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇന്ന് എത്ര ഹോട്ടലുകളിൽ ഷവർമ കഴിച്ച് ആളുകൾ മരിക്കുന്നു. ഏതെങ്കിലും ഒരു ഷവർമ UAE ദുബായിലോ അബുദാബിയിലോ കഴിച്ച ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവിടെ കട ഉണ്ടാവുമോ? അവരെ ഉണ്ടാവത്തില്ല. അതാണ് നിയമം. ആ നിയമങ്ങളാണ് ഇവിടെ കർശനമാക്കേണ്ടത്. ആ നിയമം കർശനമാകാത്തിടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ പോകും. ഷവർമ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഷവർമയിൽ അടയ്ക്കുന്ന മയോണൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് ഷവർമ നല്ലതാണോ? അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും മന്തിൽ ഒരു 1 or 2 times ഓക്കെയാണ്? ഒരു കുഴപ്പമില്ല, ഷവർമ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ എവിടെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് അറിയാം. ഇപ്പോ നിങ്ങൾ ആഴ്ചയ്ക്ക് ഒരിക്കൽ ഷവർമ കഴിക്കുന്ന ഒരാളാണ്, ഒരു പ്രശ്നമില്ല. ഇതില് ഇപ്പോ ഹോട്ടലുകളിൽ കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ആണ്. കാരണം അവര് ഒരു മയോണൈസ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാക്കി വെക്കും, ബാക്കി അവര് കളയില്ല ഒരിക്കലും. കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നഷ്ടം വരും. അപ്പൊ എന്ത് ചെയ്യും അവര്? പുതിയതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. ചിലപ്പോ ഇത് ഇൻഫെക്ഷൻ ആവാം. ഇപ്പൊ ഫുഡ് എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തില് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഏറ്റവും വിഷമായിട്ടുള്ളതും ഫുഡാണ്. അപ്പോ ഇതിന്റെ ടെക്സ്ചർ മാറുമ്പോൾ അത് വിഷമായിട്ട് മാറുന്നതാണ്. അപ്പോ ചിലപ്പോ പഴകിയ ചിക്കൻ ആയിരിക്കും അതും ഈ പറയുന്നത് തന്നെയാണ്. ഈ സാധനത്തിൽ കുത്തിയിട്ട ചിക്കൻ ചിലപ്പോ ബാലൻസ് വരും. ഇവര് ബാലൻസ് ഇത് കളയില്ല, നാളെ മറ്റതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ ഈ പഴയ ചിക്കനിൽ ചിലപ്പോ ബാക്ടീരിയ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് ഈ ഷവർമ കഴിച്ച് മരിക്കുക എന്നൊക്കെ പറയുന്ന. ശരിക്കും പറഞ്ഞാൽ ഈ മയോണൈസ് ഭയങ്കര ഡേഞ്ചർ തന്നെയല്ലേ? മയോണൈസിന് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്നത് വലിയ പ്രശ്നമില്ല. അതിനകത്ത് ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്തും അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാറ്റ് ചേർത്തും. ഇതൊക്കെ ഹൈ ഫാറ്റ് ആണ്. ട്രാൻസ് ഫാറ്റ് അതിനകത്ത് കൂടുതലാണ്. അത് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തന്നെയാണ്. ട്രാൻസ് ഫാറ്റ് നമുക്ക് ശരീരത്തിന് നമുക്ക് ഹൃദ്രോഗം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതാണ്. നമ്മുടെ അതായത് LDL കൂട്ടുകയാണ്. HDL എന്ന് പറയുന്ന നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിനെ ഇല്ലാതാക്കിയിട്ട് വൃത്തികെട്ട ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയാണ് ട്രാൻസ് ഫാറ്റ് ചെയ്യുന്നത്. ഇത് കൂടുതലാണ് ഈ മയോണൈസിൽ. നോർമലായിട്ട് അത് കുറച്ച് കഴിച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇതാണ് ഈ പഴകുമ്പോഴാണ് ഈ സാധനങ്ങൾ ഡേഞ്ചർ ആവുന്നത്. ഈ ഹോട്ടലിൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണ്, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ ചെയ്യും, ഒരു പ്രശ്നമില്ല. കാരണം നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മളെപ്പോ ചിക്കൻ വാങ്ങിച്ചു, നമ്മൾ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം.
അതുകൊണ്ടാണ് വീട്ടിലെ ഫുഡ് നമുക്ക് വിശ്വാസം ആകുന്നതും ഹോട്ടലിൽ ഫുഡ് കഴിച്ചാൽ വയറ് ചീത്തയാണെന്ന് പറയുന്നതും ഈ ഒരു താരതമ്യമാണ് വരുന്നത് അതിനകത്ത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.